ഫെയറി ബ്രിഡ്ജും വിഷിംഗ് ചെയറും ഈ രണ്ടു പേരിലും ഒരു അമാനുഷികത ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ. നമസ്കാരം, ഞാൻ രഞ്ജിത്ത്. ഇന്ന് ഞാനുള്ളത് അയർലൻഡിൽ ഡോണിഗൽ കൗണ്ടിയിലെ ബെൻഡൂറാനിൽ ടുള്ളിൻസ്റ്റൺ ബീച്ചിലാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് ഫെയറി ബ്രിഡ്ജും വിഷിംഗ് ചെയറും. ആദ്യം നമുക്ക് ഫെയറി ബ്രിഡ്ജ് എന്താണെന്ന് കാണാം. ശക്തമായ തിരമാലകൾ പാറയിലടിച്ച് പാറകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട നാച്ചുറൽ ആർച്ചാണ് ഈ കാണുന്ന ബ്രിഡ്ജ്. 1800കളിൽ ബെൻഡൂറാൻ്റെ ആദ്യ ടൂറിസ്റ്റ് ആകർഷണമായിരുന്നു ഇവ. എന്നാൽ 1700കളിൽ പോലും ഇതെല്ലാം കുയിലന്മാരുടെ ആത്മാക്കൾ വാസം ചെയ്ത സ്ഥലമാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ദ ഫെയറി ബ്രിഡ്ജ് എന്ന പേര് ലഭിച്ചത്. ശക്തമായ കാറ്റും പാറകളുടെ അഗാധമായ ആഴവും കടലിൻ്റെ ഭംഗിയും കാഴ്ചക്കാർക്ക് മനോഹരമായ ഒരു ദൃശ്യം സമ്മാനിച്ചു. ഈ കാണുന്നതാണ് വിഷിംഗ് ചെയർ. പ്രകൃതിയാൽ രൂപപ്പെട്ട ഒരു ഇരിപ്പിടമാണ് വിഷിംഗ് ചെയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 15 സെക്കൻഡ് ഇവിടെ ഇരുന്ന് കൈകൾ രണ്ട് സൈഡിലും വെച്ച് കടലിലും ഫെയറി ബ്രിഡ്ജിലും ദൂരെയുള്ള മലയിലും നോക്കി മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ച് കസേരയിൽ 2 വട്ടം തട്ടി എഴുന്നേറ്റാൽ ആ ആഗ്രഹം സഫലമാകുമെന്നാണ് അയർലൻഡുകാരുടെ വിശ്വാസം. ഇപ്പോഴും ആഗ്രഹങ്ങൾ സാധിക്കാനായി ഒരുപാട് ആളുകൾ ഇവിടെ വന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്.